ഹായ് ഫ്രണ്ട്സ്, ചാരൂസ് ആർട്സ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡെക്കോർ തന്നെയാണ്. കുറച്ച് പെയിൻറ്റിങ് വർക്ക്. മേലെ ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫെവിക്കോളും കുറച്ച് സാധാരണ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു മിക്സ് ഉണ്ടാക്കാം. ഇനി ഇതിന് മേലെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മേലെ വിരിച്ച് വയ്ക്കാം. ഇനി ഈ മിക്സ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കും. ഗ്യാപ്പുകളൊക്കെ ഈ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് ആ ടൈലിൻ്റെ പോലെയുള്ള ഫീലിംഗ് നമുക്ക് കാണുമ്പോൾ കിട്ടുക. ഇതുപോലെ ഫുള്ളും ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇനി അതിൻ്റെ ഉണങ്ങിയ ശേഷം നമുക്ക് കുറച്ച് വാട്ടർ കളർ, ബ്രൗൺ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് ഇതുപോലെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. ഫുൾ പെയിൻറ്റിങ് വേണ്ട, ഇതുപോലെ ടച്ച് ചെയ്ത് പോയാൽ മതി. ഇതുപോലെ നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കാം. അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഓരോന്നിൻ്റെയും ഗ്യാപ്പുകളിൽ ഇതേപോലെ ടച്ച് ചെയ്ത് പോവാം. ഇനി ഒരു ഓറഞ്ച് യെല്ലോ കളറും ഞാൻ ഇതേപോലെ ടച്ച് ചെയ്തിട്ട് തന്നെ പോയിട്ടുണ്ട്. അതിൽ ഇടയ്ക്കിടയ്ക്കായിട്ടുള്ള പീസസ്മ മാത്രമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്.
ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 4 സൈഡിൽ നമ്മൾ നേരത്തെ ചരട് ചുറ്റി വെച്ചിട്ടുള്ള ഫ്രെയിം ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഗ്ലാസ്സിൽ ചരട് ചുറ്റി വെച്ചതും ഇതുപോലെ ഗ്ലൂ ആഡ് ചെയ്ത ശേഷം സെൻറ്ററിലായിട്ട് ഫ്രെയിമിന് തൊട്ട് മേലെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഫ്ലവർ ഞാൻ ജസ്റ്റ് ഒരു ത്രെഡ് വെച്ച് കെട്ടിയിട്ടുള്ളൂ, അത് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. ചാരൂസ് ആർട്സ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പേപ്പറിൽ എഴുതി അതിൽ ക്ലേ വെച്ചിട്ട് ലെറ്റർ സെറ്റ് ചെയ്തേക്കുന്നതാണിത്. അതിൽ ഫാബ്രിക് പെയിൻ്റ് കൊണ്ട് പെയിൻറ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വെൽക്കം എന്നോ വേറെ ഏതെങ്കിലും പേരോ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാം. ശേഷം ഈ സ്പേസിലാണ് നമ്മളിത് ഒട്ടിക്കാൻ പോകുന്നത്. ഞാനിത് ജസ്റ്റ് വെച്ച് നോക്കിയിട്ടുള്ളൂ. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും വീഡിയോനെ പറ്റിയുള്ള കമൻറ്റുകളും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.